ഹൃദയപൂർവം ഭാഗം 116. എന്നാണാവോ ഈ മുട്ടയിൽ നിന്ന് വിരിയുന്നതും മുട്ടത്തോട് തലേന്ന് പോയിട്ടില്ല എന്ന് പറയുന്ന ഈ വർത്തമാനം കേൾക്കൽ നിർത്തുന്നത്? ഹാ, എന്റെ ഭർത്താവും എന്റെ പേരിൽ എന്തെങ്കിലും വാങ്ങുമായിരിക്കും. മിത്ര പറഞ്ഞതും ആര്? അല്ല, എന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മിത്ര പറഞ്ഞു. അപ്പോ ഞാനോ? നീ വേണമെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിക്കോ ചെക്ക. മനു പറഞ്ഞതും പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു. തുടങ്ങി രണ്ടും കൂടി. ആ സമയം മാധവിന്റെ ഫോൺ റിങ് ചെയ്തു. ഫോണിലെ നമ്പർ കണ്ടതും അവിടെ നിന്നും മാറാൻ പോയതും അവന്റെ അടുത്ത് നിന്ന സന്ദീപ് അവന്റെ കയ്യിൽ പിടിച്ചു. ഈ നമ്പർ നല്ല പരിചയമുണ്ടല്ലോ, സന്ദീപ് പറഞ്ഞതും മാധവ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു. അവിടെ നിന്നും നൃത്ത മണ്ഡപത്തിന്റെ അടുത്തേക്ക് നടന്നു. എന്നാലും ആ നമ്പർ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ട് സന്ദീപ് പെട്ടെന്ന് അവന്റെ കയ്യിലെ ഫോൺ എടുത്തു. ആ നമ്പർ ഏകദേശം കണ്ട ഓർമ്മയിൽ അവൻ ഫോണിൽ ടൈപ്പ് ചെയ്തു. അതിൽ സച്ചി എന്ന് കണ്ടതും അവൻ ഫോണിലേക്കും പിന്നെ ഞെട്ടലോടെ നൃത്ത മണ്ഡപത്തിന്റെ അടുത്ത് നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മാധവിനെയും നോക്കി. സച്ചി? അവന്റെ വായിൽ നിന്നും ആ പേര് വന്നതും അവന്റെ അടുത്ത് നിന്ന ഉദയൻ, എന്താടാ? മാധവ് മാധവ് എന്തിനാ സച്ചി സച്ചി വിളിച്ചത്? അവൻ ചോദിച്ചു. ഏത് തലയും വാലും ഇല്ലാത്ത നിന്റെ അനിയൻ സച്ചി ദേവോ? ഉദയൻ ചോദിച്ചു. ആ, അത് തന്നെ. അവനെന്തിനാ മാധവിനെ വിളിക്കുന്നത്? നിനക്ക് തോന്നിയതാകും, ഉദയൻ പറഞ്ഞു. ഇല്ല, ഞാൻ അവന്റെ നമ്പർ കണ്ടതാണ്, സന്ദീപ് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി മാധവിനെ നോക്കി. പിന്നെ ആ നമ്പർ കാണിച്ചു കൊടുത്തു. ഉദയൻ മാധവിനെ നോക്കിയപ്പോൾ അവൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടതും എന്നാ വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ മാധവിന്റെ അടുത്തേക്ക് നടന്നു. കൂടെ സന്ദീപും. അവർ രണ്ടുപേരും പോകുന്നത് കണ്ടതും ഇവരെന്താ അങ്ങോട്ട് പോകുന്നേ, നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നവീനും ശരത്തും അവരുടെ പുറകെ നടന്നു. അപ്പോ തരുണിന് 5 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും അവൻ വേണമെങ്കിൽ ജോലി കളഞ്ഞ് ഇറങ്ങും അല്ലേ? അതെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമുക്കതിന് ഒരുപാട് സമയമൊന്നും ഇനി ഒളിച്ചു നടക്കേണ്ട, ഒരുപാട് നാളൊന്നും ഇങ്ങനെ ടെൻഷനും ആകേണ്ട. ദേവുവിന് ഡിവോഴ്സ് കിട്ടുന്നത് വരെ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും വലിയ കാര്യമാക്കണ്ട. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും അവന്റെ വീട്ടിലും പിന്നെ ദേവുവിന്റെ വീട്ടിലും പോകുന്നുണ്ട്, മാധവ് പറഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ട് തിരിയുമ്പോൾ അവനെ നോക്കി നിൽക്കുന്ന 4 പേരെയും കണ്ടു. അവൻ എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചതും ഒന്നുമില്ല, നീ സംസാരിച്ചോ എന്നുള്ള രീതിയിൽ ഉദയൻ കൈകൊണ്ട് കാണിച്ചു. എന്തായാലും താരയോട് സൂക്ഷിക്കാൻ പറയണം. അവളെ ഇനി മുതൽ തരുണും ഭാര്യയും നന്നായി തന്നെ ശ്രദ്ധിക്കും. അവൾക്ക് കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാലും അത് വെറുതെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി അവളെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കും, സൂക്ഷിക്കാൻ പറയണം. അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്താവാൻ? അവിടെ നിന്നും മാറാൻ ഒരു അവസരം കിട്ടിയ പെണ്ണ് ഉറപ്പായിട്ടും അവിടെ നിന്നും ചാടും. പക്ഷെ ഇപ്പോ അവിടെ നിന്നും പോന്നു കഴിഞ്ഞാൽ അത് ലക്ഷ്മിക്ക് ദോഷമാവോ എന്നുള്ള ഒരു പേടിയാണ്, സച്ചി പറഞ്ഞു. അവനോട് സംസാരിച്ചുകൊണ്ട് വീണ്ടും മാധവ് നോക്കിയതും അവനെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും കണ്ടതും ഞാൻ വിളിക്കാം നിന്നെ. ഇവിടെ 4 പേര് സംശയത്തോടെ എന്നെ നോക്കുന്നുണ്ട്, ഞാൻ അവരോട് ഒന്ന് സംസാരിക്കട്ടെ, മാധവ് പറഞ്ഞതും മറുഭാഗത്ത് നിന്ന് സച്ചി എന്തോ പറഞ്ഞു. അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് ഫോൺ കട്ട് ചെയ്തു. എന്താ? ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് മാധവ് വീണ്ടും അവരോട് ചോദിച്ചു. അത് മാധവ്, ഇവന് ചെറിയൊരു സംശയം. നിന്റെ ഫോണിലേക്ക് ഇപ്പൊ വന്ന കോളില്ലേ, അത് ഇവന്റെ ആ സഹോദരനില്ലേ, തലയും വാലും ഇല്ലാത്ത ഒരു സാധനം, ആ സച്ചിദേവ്, അവന്റെ ആണോ എന്ന് ഉദയൻ പറഞ്ഞുകൊണ്ട് സന്ദീപിനെ നോക്കി. മാധവും ആ സമയം സന്ദീപിനെ നോക്കി. അവന്റെ നമ്പർ ഏകദേശം എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ നിന്റെ ഫോണിൽ തെളിഞ്ഞ നമ്പർ അവന്റെ സെയിം നമ്പറാണ് എന്ന് എനിക്ക് തോന്നി, സന്ദീപ് പറഞ്ഞു. സ്വന്തം അനിയന്റെ നമ്പർ പോലും നിനക്ക് കാണാതെ അറിയില്ലേ സന്ദീപേ? മാധവ് ചോദിച്ചു. അതിപ്പോ എല്ലാവരും ഫോണിൽ ഉപയോഗിക്കുന്നത്, ഇപ്പൊ സ്വന്തം നമ്പർ പോലും പലർക്കും അറിയില്ല, പിന്നെയല്ലേ അനിയന്റെ നമ്പർ. നീ ഇത് പറ, നിന്റെ ഫോണില് ഇപ്പൊ വിളിച്ചത് സച്ചിദേവ് ആണോ? സന്ദീപ് ചോദിച്ചു. അതെ, മാധവ് പറഞ്ഞതും അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. പിന്നെ മാധവിന്റെ മുഖത്തേക്കും. എന്ത്? അതെ, എന്നെ വിളിച്ചത് സച്ചിദേവ് ആണോ എന്നല്ല നീ ചോദിച്ചത്? സച്ചിദേവ് ആണ്, മാധവ് പറഞ്ഞു. അവനെന്തിനാ നിന്നെ വിളിച്ചത്? അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ? ശരത്ത് പെട്ടെന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ?
അവനെങ്ങാനും ഇനി ലക്ഷ്മിയെ ഇവിടെ കണ്ടോ? ഉദയൻ ചോദിച്ചു. അവന് ലക്ഷ്മി ഇവിടെയുണ്ടെന്നും അറിയാം, ദേവികയും ഇവിടെയുണ്ടെന്ന് അറിയാം. മാധവ് പറഞ്ഞതും എന്റെ ദൈവമേ, എന്നാ തീർന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ഇവിടെ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനും അമ്മയും അടക്കം ആ ഈശ്വർ അടക്കം പന്തം കൊളുത്തി പടയായിട്ട് ഇങ്ങോട്ട് വരും, സന്ദീപ് പറഞ്ഞു. എന്നാൽ അവർ അത്രയും പറഞ്ഞിട്ടും ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന മാധവിനെ കണ്ടതും നീ എന്താ മാധവ് ഒന്നും പറയാത്തത്? സച്ചിദേവ് ഇത് അറിഞ്ഞ പ്രശ്നമല്ലേ? ഉദയൻ ചോദിച്ചു. പ്രശ്നമാണോ എന്ന് ചോദിച്ചാ പഴയ സച്ചിദേവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞാനെ പ്രശ്നമാണെന്ന്. പക്ഷേ ഈ സച്ചിദേവ് ആയതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, മാധവ് പറഞ്ഞു. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സച്ചിദേവ് അവനാണ് എന്നെ പല കാര്യങ്ങൾക്കും സഹായിക്കുന്നത്, മാധവ് പറഞ്ഞതും എന്ത്? എങ്ങനെ എങ്ങനെ നിന്നെ സഹായിച്ചു എന്ന്? എന്നെ സഹായിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാധവ് സച്ചിദേവുമായിട്ട് ആദ്യമായിട്ട് കണ്ടത് മുതൽ ഇപ്പോ ഈ ഫോൺ ചെയ്യൽ വരെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ദൈവമേ, ഇത്രയ്ക്ക് കാര്യമുണ്ടായിട്ട് നീ എന്താ പറയാതിരുന്നത്? അവൻ തന്നെയാ പറഞ്ഞത് ഇപ്പൊ തൽക്കാലം ആരും ഒന്നും അറിയണ്ടാന്ന്. എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നേക്കാൾ മുന്നേ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നോ? സന്ദീപ് ചോദിച്ചു. അതെ, അതിപ്പോ ഇവൻ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ, അവനെ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ്, ഉദയൻ പറഞ്ഞു. ഓ ശരി, സമ്മതിച്ചു. അവന് ബുദ്ധിയുള്ളത് കൊണ്ട് അവൻ കൂട്ടത്തിൽ കൂടി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് സച്ചിദേവ് മാധവിനെ വിളിച്ച കാര്യങ്ങളൊന്നും അറിയാതിരുന്നത്? അത് അവന്റെ ബുദ്ധി മാത്രമല്ല, ദേ നമ്മുടെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ നിന്നില്ലേ ഈ മഹാന്റെ ബുദ്ധി കൂടിയാണ്. അതും ശരിയാണ്. ആദ്യം ഒന്ന് കൊടുക്കേണ്ടത് ഇവനാണ്. നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിച്ചായിരുന്നു. ആ സച്ചിദേവിനെ കാണുമ്പോൾ തന്നെ ഞാൻ മാറി നിൽക്കുമായിരുന്നു. എന്റെ അനിയനായത് കൊണ്ട് പറയുന്നതല്ല, അവനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. എന്നാലും അവന്റെ മനസ്സിൽ ഇത്രയും നന്മയുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സന്ദീപ് പറയുന്നത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു. എന്തായാലും അവനാള് കൊള്ളാട്ടോ. പിന്നെ ഈ താര, അത് ലക്ഷ്മിക്ക് അറിയോ കാര്യം? മാധവിനോട് ശരത്ത് ചോദിച്ചു. ഇല്ല, പറയണ്ടെന്ന് താര തന്നെയാ പറഞ്ഞത്, ഇപ്പൊ പറയണ്ട എന്ന്. അപ്പോ സച്ചിയുടെ പ്രണയമാണോ താര? അവൻ ഇത്രയും നേരം അത് പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലായില്ലേ? ഉദയൻ ചോദിച്ചു. എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുടാ? അതൊക്കെ അങ്ങനെ സംഭവിച്ചു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, സച്ചി നമ്മള് വിചാരിക്കുന്ന പോലെ ഒരു ആളെ അല്ല അല്ലേ. നമ്മൾ ആരെയും വെറുതെ കണ്ട് വിലയിരുത്തരുത്. അവരുടെ മനസ്സിൽ എന്താണെന്നോ അവരെങ്ങനെയുള്ള ആളാണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അവരുമായിട്ട് അടുത്ത് ഇടപഴകണം, അല്ലേ മാധവേ? ഉദയൻ ചോദിച്ചു. അതെ, ഇവന്റെ കാര്യത്തില് ഞാനത് തിരിച്ചറിഞ്ഞതാണ്. എന്തായാലും അവനെ ഞാനൊന്ന് കാണുന്നുണ്ട്, സന്ദീപ് പറഞ്ഞതും നീ കാണാനൊന്നുമില്ല, ആള് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും, നീ ഒന്ന് വിളിച്ചേക്കെ, ഉദയൻ പറഞ്ഞു. അല്ല, ആ വിളിക്കുന്നില്ലെന്നുള്ളത് നീ ഒന്ന് വിളിച്ചു നോക്ക്, സന്ദീപ് മാധവിനോട് പറഞ്ഞു. ഞാൻ വിളിച്ച് സംസാരിച്ചില്ലേ, ഇനി നീ സംസാരിക്ക. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ മാറിയിട്ടുണ്ടാവില്ലേ? നിന്റെയും ഗംഗയുടെയും കാര്യം വരെ അവനറിയാം. അപ്പോ നീ ഒന്ന് സംസാരിക്ക. അവന് നല്ല സങ്കടമുണ്ട് നമ്മുടെ കൂടെ കൂടാൻ പറ്റാത്തതില്. അത് സത്യാട്ടോ, എനിക്കെന്തോ ഒരു സംശയം, സന്ദീപ് പറഞ്ഞതും. എന്ത്? അല്ല, ഇവർക്ക് വല്ല കൂടോത്രവും വശമുണ്ടോ എന്ന്. അതെന്താ അങ്ങനെ ചോദിച്ചത്? നവീൻ ചോദിച്ചു. ഇവരുടെ അടുത്ത് വന്ന് പെട്ടുകഴിഞ്ഞാ തിരിച്ചു പോകാനേ തോന്നുന്നില്ല. നിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, 24 മണിക്കൂറും നീ ഇവിടെയല്ലേ, നവീനെ നോക്കിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു. അത് ശരിയാണ് കേട്ടോ, ഇപ്പോഴേ ഞാനും അക്കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. ദേ, ഞാനും ഇവിടെ തന്നെ. ഇപ്പോ സച്ചിദേവും പറഞ്ഞത് കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് എന്തോ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. സന്ദീപ് പറഞ്ഞതും ഒറ്റ അടിയായിരുന്നു ഉദയൻ അവന്റെ മുതുകിനിട്ട്. എന്റെ അമ്മ, നീ എന്തിനാ എന്നെ തല്ലിയത്? സന്ദീപ് ചോദിച്ചു. ബ്ലാക്ക് മാജിക് അല്ലടാ, വൈറ്റ് മാജിക് ആയിരുന്നു. അത് നിനക്ക് കാണണോ? വേണ്ട, ഞാൻ എൻ്റെ മനസ്സിൽ വന്ന സംശയം പറഞ്ഞതാ. ഇനി ഈ വക സംശയങ്ങളായിട്ട് പൊന്നുമോൻ ഇറങ്ങരുത്. അതൊക്കെ നിന്റെ തറവാട്ടില്, നിന്റെ അമ്മ വീട്ടില്, അത് ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട.
നീ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇടയിലുണ്ട് ഒരു മാജിക്. പക്ഷേ അത് ബ്ലാക്ക് മാജിക്കോ വൈറ്റ് മാജിക്കോ ഒന്നുമല്ല. അതിൻ്റെ പേരാണ് സ്നേഹം. ഞങ്ങളുടെ അച്ഛനും അമ്മയും ചെറുപ്പകാലം മുതൽ ഞങ്ങൾക്ക് പകർന്നു തന്നതാണത്. എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹം കൊണ്ട് ഒരാളെ നമുക്ക് കീഴടക്കാൻ പറ്റുമെന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ദേ ഇവനും. ഉദയൻ പറഞ്ഞുകൊണ്ട് മാധവിനെ ചേർത്ത് പിടിച്ചു. അത് സത്യ. സ്നേഹം കൊണ്ട് കീഴടക്കിയവരാ രണ്ടുപേര് അകത്തുള്ളത്. ഒരു സ്നേഹത്തിന്റെ പേര് സാന്ദ്ര, മറ്റൊരു സ്നേഹത്തിന്റെ പേര് ലക്ഷ്മി. നവീൻ പറഞ്ഞു. എടാ, നീ ഒരുപാടായി തുടങ്ങിയിട്ട്. നിന്റെ വീട്ടിൽ നിന്നെ കളഞ്ഞിട്ടേക്കാണാ. വീട്ടിൽ പോടാ, ഉദയൻ പറഞ്ഞു. ഓ, ഞാനിപ്പോ എപ്പോഴും വരുന്നത് കൊണ്ട് എന്നെ ഒരു വിലയില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അളിയനാണെന്നുള്ള കാര്യം മറക്കരുത്. അളിയന്മാരെ ബഹുമാനിക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ പെങ്ങളുടെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടിലാകും. കൈമുഷ്ടി രണ്ടും ചുരുട്ടി അവൻ പറയുന്നത് കേട്ടതും, എന്തോ നിന്റെ കാര്യം കഷ്ടത്തിലാവാതെ നോക്കിയാ മതി നീ. അതെ, ഈശാനിയാണ് പെണ്ണ്. ഈശാനി മറക്കരുത്. ഓർപ്പിക്കല്ലേ പൊന്നെ. ആ പെണ്ണില്ലേ, സ്നേഹിച്ചാല് ചങ്ക് പറിച്ചു തരും, വെറുപ്പിച്ചാലില്ലേ ആ ചങ്ക് പറിച്ചെടുക്കും. അയ്യോ അല്ല, ഇടിച്ച് കലക്കും. അവൻ പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ചതും, കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടി, ബോധിച്ചിട്ടുണ്ട്. എന്തിന്? അത് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു. ഇവനെന്തെങ്കിലും കന്നം തിരിവ് കാണിക്കാതെ ഞങ്ങളുടെ സഹോദരിമാരാരും ആരുടെയും എക്കെട്ട് കയറില്ല, ഉദയൻ പറഞ്ഞു. അയ്യേ, ഞാൻ അത്രയ്ക്ക് ചെറ്റയല്ല. ഞാനൊരു അധ്യാപകനല്ലേ. ആ ഒരു ഓർമ്മ നിനക്ക് ഉണ്ടോടാ? ശരത്ത് ചോദിച്ചു. അതെന്താ എനിക്ക് ഉണ്ടാകായിക? ഉണ്ടായില്ലായിരുന്നെങ്കിലേ ഇപ്പോഴ് അവളെ എന്റെ വീട്ടിൽ കണ്ടേനെ. ഞാനേ പണ്ടേ കൊണ്ടുപോയാനേ. ഇതിപ്പോ മാന്യമായിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നീ എന്തോ ഉദ്ദേശിച്ചത്? സന്ദീപ് ചോദിച്ചു. അത് വേറൊന്നുമല്ല. നീയൊക്കെ കല്യാണത്തിന് മുൻപേ. അയ്യോ എന്റെ പൊന്നു നവീനെ, നീ വായ തുറക്കല്ലേ. ഒന്നുമില്ലെങ്കിലും അവരുടെ ആങ്ങളമാരിവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർക്കടാ. ഓ, ഞാനത് മറന്നതൊന്നും അല്ല. എന്നാലും ശരിയാണോ അളിയ? നീ ഒന്ന് വിട്ടേ, നീ പോയേ. ഞാനെവിടെ പോവാൻ? എങ്ങോട്ടെങ്കിലും പോടാ, സന്ദീപ് പറഞ്ഞു. ആ സമയം വീണ്ടും മാധവിന്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു. ദേ, നിന്റെ അനിയനാണ്, സംസാരിച്ചോ? ഇല്ല, നിങ്ങൾ സംസാരിക്ക, ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട, സന്ദീപ് പറഞ്ഞു. നീ ഇവിടെ ഉണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. അതെങ്ങനെ അറിയാം? അവനിവിടെ CCTV വെച്ചിട്ടുണ്ടോ? ചുറ്റും നോക്കിക്കൊണ്ട് സന്ദീപ് ചോദിച്ചതും, ഞാൻ പറഞ്ഞതാടാ പൊട്ടാ, മാധവ് പറഞ്ഞു. ഓ അങ്ങനെ, ഞാൻ വീട്ടിൽ പോയിന്ന് പറഞ്ഞേക്ക്. അത് പറഞ്ഞാ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല അവൻ. നിന്റെ ഭാര്യ, അതായത് ഞങ്ങളുടെ സഹോദരി ഗംഗ ഇവിടെ ഉള്ളപ്പോ നീ വീട്ടിൽ പോയി കിടക്കുമെന്ന് പറഞ്ഞാ വിശ്വസിക്കില്ല അവൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് ഫോൺ സന്ദീപിന്റെ കയ്യിലേക്ക് കൊടുത്തു. സന്ദീപ് ഫോൺ വാങ്ങിക്കൊണ്ട് ചുറ്റുമുള്ള എല്ലാവരെയും ഒന്ന് നോക്കി. സംസാരിക്ക്, ശരത്ത് പറഞ്ഞു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു. ഹലോ മാധവേ. ഏട്ടാ. പെട്ടെന്ന് അവിടെ നിന്നും മാധവിനെ വിളിക്കാൻ വന്നതാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളെ തിരിച്ചറിഞ്ഞതുപോലെ സച്ചി ഏട്ടാ എന്ന് വിളിച്ചു. അവന്റെ ഏട്ടാ എന്നുള്ള ആ വിളിയിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു സന്ദീപ്. അവൻ വളരെ ചുരുക്കം മാത്രമാണ് തന്നെ ഏട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ, അതും കുറെ നാളുകൾക്ക് മുമ്പ്. ഇപ്പോൾ ആരുമായിട്ടും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. തങ്ങളുടെ വീട്ടിൽ ആരും പരസ്പരം ഒന്നും സംസാരിക്കാറില്ല. പേര് പോലും വിളിക്കുന്നത് വളരെ ചുരുക്കമാണ് എന്ന് സന്ദീപ് ഓർത്തു. ഏട്ടാ, ഞാനാ സച്ചി. മനസ്സിലായി, മാധവ് പറഞ്ഞു. ഏട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? സച്ചിദേവ് ചോദിച്ചു. എന്തിന്? പക്ഷേ നീ എന്തായാലും ലോ കോളേജിൽ നിന്നുള്ള പഠനം വിട്ടത് നന്നായി. നിനക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് ഏതെങ്കിലും ഒരു ആക്ടിംഗ് കോഴ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോ നിനക്ക് നന്നായിട്ട് അതിൽ വിജയിക്കാനും പറ്റും, സന്ദീപ് പറഞ്ഞതും. എന്നേക്കാൾ നന്നായിട്ട് അത് ഏട്ടനല്ലേ ഏട്ടാ പറ്റുന്നത്? സച്ചിദേവ് ചോദിച്ചതും. എനിക്കോ? ആ പിന്നെ, ഗംഗ ചേച്ചിയെ അല്ല ഏട്ടത്തിയെ വിവാഹം കഴിച്ചിട്ട് എത്ര നാളാണ് പൊന്നുമോൻ മറച്ചു വെച്ച് ഞങ്ങളുടെ മുന്നിൽ നടന്നത്? നിനക്ക് വയസ്സെത്രയായി? സന്ദീപ് ചോദിച്ചു. എനിക്ക് 22 ആണല്ലോ. എനിക്ക് വയസ്സ് 27. എനിക്ക് എന്തും ചെയ്യാം. നീയൊക്കെ ഇപ്പോഴും ചെറുപ്പമാണ്, സന്ദീപ് പറഞ്ഞു. പിന്നെ പറയുന്നത് കേട്ടാ തോന്നും 10-40 വയസ്സായെന്ന്. ഒന്ന് പോടാ. നമ്മുടെ വിനോദേട്ടൻ്റെ വയസ്സ് എത്രയാണെന്നറിയോ?
38. ആള് വിവാഹം കഴിക്കാൻ പോകുന്നത് വളരെ ചെറിയ പെണ്ണിനെയാണ്. 31-32 വയസ്സൊന്നും അല്ല. എന്നിട്ടും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. 27 വയസ്സായ നിനക്കാണല്ലോ പ്രശ്നം, ഉദയൻ ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കെ, അനിയനെ ഞാനൊന്ന് ഉപദേശിച്ചോട്ടെ, സന്ദീപ് പറഞ്ഞു. ഉപദേശിക്കാൻ പറ്റിയ ഒരാള്? നീ ആദ്യം സ്വയം നന്നാവ്. കണ്ടില്ലേ, കെട്ടിയ പെണ്ണിനെ വീട്ടിലിട്ടിട്ട് രാത്രി മതില് ചാടി വരുന്നു. അവളെ കാണാൻ ശരത്താണ് പറഞ്ഞത്. അതെ, മതി, എന്നെ ട്രോളാൻ നിൽക്കണ്ട. ഡാ സച്ചി, നീ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നത്? തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. ഈശ്വറിൻ്റെയും ഹരിയുടെയും കൂടെ ഞാൻ വേണ്ട സാഹചര്യമാണ്. ഞാൻ വരാം, ഒരു ദിവസം ഞാൻ വരാം. എനിക്കും ഇപ്പോൾ നിങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എന്തായാലും വേഗം വരാൻ നോക്കാം. ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനത് മാധവിനോട് പറഞ്ഞിട്ടുണ്ട്. ഡാ മാധവോ? എന്നേലും മൂത്തതാണ്, മാധവേട്ടാന്ന് വിളിക്കടാ, സന്ദീപ് പറഞ്ഞതും ശരി, മാധവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, പോരെ? എന്നാ മോനെ ഉറങ്ങിക്കോ, ഞാനേ നിന്നെ വിളിച്ചോളാം. കാണുന്നുണ്ട് ഞാൻ നിന്നെ, കാണേണ്ട പോലെ, സന്ദീപ് പറഞ്ഞതും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെയാണ് സച്ചിദേവ് ഫോൺ കട്ട് ചെയ്തത്. അതേ പുഞ്ചിരി ആ സമയം സന്ദീപിലുണ്ടായിരുന്നു. തൻ്റെ അനിയനെ ഓർത്തുള്ള സന്തോഷം അവൻ്റെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നു. അവൻ മാധവിനെ നോക്കി. അവൻ്റെ ചുണ്ടിലും കണ്ണുകളിലും നല്ലൊരു തിളക്കമായിരുന്നു. അതും സന്ദീപിലേക്ക് പകർന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.